ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മുടെ പുതിയൊരു ട്രിപ്പിൻ്റെ സ്റ്റാർട്ട് ഓവറാണ്. സോ വി ആർ അറ്റ് ബാക്കു, അസർബൈജാൻ. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ഷഹദാഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയയിലാണ്. സോ നമ്മുടെ ടൂർ ഗൈഡ് പറയുന്നത് ഇറ്റ്സ് ഫുൾ ഓഫ് സ്നോ, ബട്ട് എനിക്കറിയില്ല. ഞാൻ ഇന്നലെ ഇങ്ങനെ കുറേ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് നോക്കില്ലേ, അപ്പോൾ അതിനകത്ത് എനിക്കങ്ങനെ അധികം സ്നോ ആയിട്ട് തോന്നിയില്ല. അപ്പോൾ ഞങ്ങൾ അതിനനുസരിച്ചുള്ള ഔട്ട്ഫിറ്റൊക്കെ ഇട്ടു, പക്ഷെ തെർമൽസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇന്ന് രാവിലെ ടൂർ ഗൈഡിനെ മീറ്റ് ചെയ്തപ്പോഴാണ് പുള്ളി എനിക്ക് വീഡിയോ കാണിച്ചത്. ഇറ്റ്സ് ലൈക്ക് ടു കോൾഡ് ആൻഡ് ടു സ്നോയി. സോ അതിന് ശേഷം ഞങ്ങൾ കുറച്ച് എക്സ്ട്രാ ജാക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനി ലെറ്റ്സ് സീ എന്താണ് അവിടെ നടക്കാൻ പോകുന്നതെന്ന്. അപ്പം ഷഹദാഗ് എത്തുന്നതിന് മുമ്പുള്ള ഒരു സിറ്റിയാണിത്, കൂബ. ഓക്കെ, ഇതാണ് ഏരിയ. സോ ഇതൊരു സ്മോൾ സിറ്റിയാണ്, ലൈക്ക് ഒരു വില്ലേജ് ടൈപ്പാണ്. ഇവിടെ കുറച്ച് ഹൗസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ, വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ, അല്ലാണ്ട് അധികമൊന്നുമില്ല. ആൻഡ് ഇവിടുത്തെ വണ്ടിയുടെ സ്പീഡ് ഐ ഷുഡ് ടെൽ യു, ലൈക്ക് ഇറ്റ്സ് 120, 140, അല്ലാണ്ട് അതിന് താഴെ ഒരു സ്പീഡ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നേ ഇല്ല. ഭയങ്കര സ്പീഡായിട്ടാണ്. നമുക്ക് അതുകൊണ്ട് കുറച്ചൊന്ന് വിൻഡോ ഓപ്പൺ ചെയ്ത് പോലും ഇടാൻ പറ്റത്തില്ല, ബിക്കോസ് അത്രയ്ക്കും കാറ്റ് വരും. ഇപ്പോൾ കണ്ടോ എന്ത് സ്പീഡായിട്ടാണ് വണ്ടികളൊക്കെ പോകുന്നതെന്ന്. സോ അതാണ് ഇവിടുത്തെ ഒരു സിനാരിയോ. സോ ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ബട്ട് ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും കാണുവാണെങ്കിൽ ഐ വിൽ ഷോ യു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇടയ്ക്കൊന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ജസ്റ്റ് കോഫി കുടിക്കാനൊക്കെ വിചാരിച്ചു. സോ ദാറ്റ്സ് ഇറ്റ്. മൈക്ക് വണ്ടിക്കകത്ത. ബാക്കി ഞാൻ കാണിച്ചു തരാം. ദ സ്കൈ, ദ അറ്റ്മോസ്ഫിയർ ആൻഡ് എവറിത്തിങ് ഈസ് ഫൈൻ ഇൻ കൂബ. പക്ഷേ ടൂർ ഗൈഡ് പറയുന്നത് ഷഹദാഗ് ഈസ് ഗോയിങ് ടു ബി ടു കോൾഡ് ആൻഡ് ടു സ്നോയി. സോ ലെറ്റ്സ് സീ ഗൈസ്. ഐ എം സോ ഹാപ്പി. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ തണുപ്പ് സ്ഥലങ്ങളിൽ വരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് നോട്ട് സ്നോയി, പക്ഷെ തണുപ്പ് സ്ഥലങ്ങളിൽ എനിക്ക് വരാൻ ഇഷ്ടമാണ്. തായ്ലൻഡ് പോയപ്പം ഓക്കെ ആയിരുന്നു, ബട്ട് എനിക്ക് അത്രയ്ക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല എന്നൊരു ഫീല് വന്നു. ബിക്കോസ് അവിടെ കൂടുതലും ട്രാവലിങ്ങും അവിടുത്തെ ആൾക്കാരധികം ഒരു വെൽക്കമിങ് കൈൻഡ് ഓഫ് പീപ്പിൾ അല്ലായിരുന്നു. ബട്ട് ഹിയർ ഇറ്റ്സ് ഫൈൻ, എവ്രി വൺ ഇസ് ലൈക്ക് ടു ഹാപ്പി, വെൽക്കമിങ് ആൻഡ് എവറിത്തിങ്. സോ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു കഫേ കണ്ടപ്പോൾ കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. സായി ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കോഫിയുടെ ഒക്കെ കോസ്റ്റ് ആട്ടോ. ബിക്കോസ് ഇവിടെ കോസ്റ്റ് ഓഫ് ലിവിങ് ഇച്ചിരി കൂടുതലാണ്. ഇവിടുത്തെ കറൻസി എന്ന് പറയുന്നത് മനാത്താണ്. അപ്പം നമ്മൾ ദിറം വെച്ച് നോക്കുവാണെങ്കിലും ഇന്ത്യൻ റുപ്പീസ് വെച്ച് നോക്കുവാണെങ്കിലും ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതിനെപ്പറ്റി ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സായി അതിൻ്റെ ഇടയ്ക്ക് ചൂടെടുക്കുന്നു എന്ന് പറയുമായിരുന്നു. ബിക്കോസ് നമ്മൾ ടൂർ ഗൈഡ് പറയുന്ന അനുസരിച്ച് സായി ആണെങ്കിൽ എടുത്തിട്ട് ജാക്കറ്റൊക്കെ എടുത്തിട്ടു, ഇപ്പം ആണെങ്കിൽ ചൂടെടുക്കുന്നു. സോ കാപ്പി വന്നു. ആദ്യക്ക് കാപ്പിക്ക് ഷുഗർ ഇല്ല പറഞ്ഞിട്ട് ഷുഗർ എടുക്കാൻ പോയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചേട്ടൻ കേട്ടോ, ആ ബാക്കിൽ നിൽക്കുന്ന ചേട്ടൻ. ദാറ്റ്സ് അവർ ചേട്ടൻ. സോ ഫ്രണ്ട്ലി. പിന്നെ പുള്ളിക്ക് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയാം. നമ്മൾ ഇന്നലെ വന്ന ആൾക്ക് അധികം ഇംഗ്ലീഷും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു, അവർ ഗൂഗിൾ ട്രാൻസ്ലേഷനായിരുന്നു. പക്ഷേ ഈ പുള്ളിക്ക് കുഴപ്പമില്ല, അത്യാവശ്യം ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ അറിയാം. ആൻഡ് മല നോക്കുക ഗൈസ്, മല. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഷഹദാഗിലേക്കാണ്, ഫ്രം കൂബ. അപ്പോൾ ഈ ഷഹദാഗിലേക്ക് പോകുന്ന മഞ്ഞ് മലകളാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ ടൂർ ഗൈഡ് ഒരു സജഷൻ തന്നു, ലൈക്ക് ഷഹദാഗ് പോകുന്നതിന് മുമ്പ് പുള്ളി നമ്മളായിട്ട് കുറച്ച് കമ്പനി ആയി. അപ്പോൾ പുള്ളി നമ്മുടെ അടുത്ത് പറഞ്ഞു വേറൊരു സ്ഥലത്തും കൂടെ കൊണ്ടുപോകാം, ലൈക്ക് ഷഹാലി എന്ന് പറഞ്ഞിട്ട്, ലാസ ഷഹാലി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് നമ്മളെ കൊണ്ടുപോകാം. അവിടെ കുറച്ചും കൂടി നല്ലതാണ് ഷഹദാഗിനെക്കാട്ടിലും. പിന്നെ അവിടെ കൂടുതൽ ആൾക്കാരൊന്നും പോകാറില്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വീഡിയോയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ അവിടെ കൊണ്ടുപോകാൻ പറഞ്ഞു. എന്നിട്ട് അതിന് എക്സ്ട്രാ കുറച്ച് ഒരു ഓഫ് റോഡ് ട്രിപ്പ് പോലെ, സ്നോയ്ക്കകത്ത് ഓഫ് റോഡ് ട്രിപ്പ് പോലെ. അപ്പോൾ അതിന് കുറച്ച് എക്സ്ട്രാ മനാത്ത ആ ഡ്രൈവറിന് മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ചോദിച്ചു, നമ്മൾ ഈ കാണുന്ന മലയുടെ ആ സൈഡിലൊന്ന് നിർത്താവോ, ലൈക്ക് 1-2 ക്ലിപ്സോ അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ ഞാനും ആദ്യം കൂടെ ഈ ഒരു വീഡിയോ എടുക്കുമായിരുന്നു. സോ നമ്മളിപ്പോൾ ഒരു റോഡ് ട്രിപ്പിന് വേണ്ടിയിട്ട് പോകാൻ പോവാണ്. സോ അവർ പറയുന്നത് ഈ ഐസിലൂടെ ഉള്ള റോഡ് ട്രിപ്പിന് നമുക്ക് പോവുകയാണെങ്കിൽ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ പോവാണ്.
പേരൊക്കെയാണ്. സോ ഇപ്പോൾ പറയുന്നത് 50 മനാത്ത് മാത്രം കൊടുത്താൽ മതി എന്നാണ്. സോ നമുക്ക് നോക്കാം എന്തായിരിക്കും എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ. വെരി എക്സൈറ്റഡ്. സോ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ലാസ ഷലാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഇവിടെ ഫുൾ ഓഫ് സ്നോ ആണ്. ഇവിടെ ജസ്റ്റ് ഈ റോഡ് ട്രിപ്പും പിന്നെ കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെയൊക്കെ താമസിക്കുന്നുണ്ട്. ഈ റോഡ് ട്രിപ്പിന് കൊണ്ടുവരുന്ന ആൾക്കാർ, അതായത് ഈ ഡ്രൈവേഴ്സൊക്കെ താമസിക്കുന്ന ഈ സ്ഥലത്തു നിന്നാണ് നമ്മുടെ ടൂർ ഗൈഡ് പറഞ്ഞത്. അധികം മനസ്സിലാക്കാനുള്ള ഇംഗ്ലീഷ് അവർക്കും അറിയില്ല, പറയാനുള്ള ഇംഗ്ലീഷ് അവർക്കും അറിയില്ല. നമ്മൾ എല്ലാം ഗൂഗിൾ ട്രാൻസ്ലേഷൻ കൂടിയാണ്. പിന്നെ ഇന്നലെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഡ്രൈവറിനെക്കാട്ടിലും കുറച്ചും കൂടെ നമ്മുടെ ടൂർ ഗൈഡിന് ഇംഗ്ലീഷ് അറിയാം. അപ്പോൾ പുള്ളി പറഞ്ഞ കാര്യം വെച്ചിട്ട് എനിക്കിതാണ് മനസ്സിലായത്. ലൈക്ക് ഇവിടെ കൂടുതലും ഈ റോഡ് ട്രിപ്പിന് കൊണ്ടുവരുന്ന ഡ്രൈവേഴ്സൊക്കെയാണ് കൂടുതലും താമസിക്കുന്നത്. സോ ദിസ് ഇസ് ദ പ്ലേസ്. നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയില്ല. കണ്ടോ, അവിടെ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ടോ? ഇപ്പം നമ്മൾ ആ വഴി തന്നെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഹലോ. എടാ വേദനിക്കട്ടോ. സോ നമ്മൾ അവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും പിന്നെ കുറച്ച് നേരം സ്നോ ഒക്കെ എൻജോയ് ചെയ്തതിന് ശേഷം നമ്മുടെ ടൂർ ഗൈഡ് വന്നിട്ട് പറഞ്ഞു നമുക്ക് ഷഹദാഗിലേക്ക് പോവാം. ബിക്കോസ് അവിടെ നമ്മൾ കൂടുതൽ ലേറ്റായാൽ പിന്നെ നമുക്ക് അവിടെ എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്, ഇതിപ്പം അവരൊരു എക്സ്ട്രാ പ്ലാൻ ഇട്ടതാണല്ലോ നമ്മുടെ ഈ ടൂറിൽ. അപ്പോൾ അതുകൊണ്ട് ഇതിന് നമുക്ക് അധികം ടൈം സ്പെൻഡ് ചെയ്യാനില്ല. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് ആദീനൊക്കെ വിളിച്ചിട്ട് ഒരു 1-2 ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ അവിടുന്ന് ഇറങ്ങി ഷഹദാഗിലേക്ക്. ഹലോ ഗൈസ്, നമ്മൾ എത്തി. ഈ റൈഡ് നല്ല സ്കേറിയാ. കേബിൾ കാർ. സോ നമ്മൾ പെട്ടെന്ന് തന്നെ പിന്നെ ഷഹദാഗിലേക്ക് വന്നു. ബിക്കോസ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഫോണും കാര്യങ്ങളൊക്കെ ഒന്ന് സ്വിച്ച് ഓഫ് ആയിപ്പോയി. ബിക്കോസ് എങ്ങനെയാണോ നമ്മുടെ ഫോൺ ഹീറ്റ് ആകുമ്പോൾ സ്വിച്ച് ഓഫ് ആവുന്നത്, അതേപോലെയാണ് അവിടെ കോൾഡ് ആയപ്പോഴും നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. അതിനുശേഷം പിന്നെ ഷഹദാഗിൽ എത്തിയിട്ടാണ് അത് ഓൺ ആയത്. അപ്പോൾ ആ ഒരു തിരിച്ചു പോകുന്ന റൂട്ടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇതിപ്പോൾ ഷഹദാഗിൽ നമുക്ക് 2 അഡ്വെഞ്ചർ തിങ്ങാണ് ചെയ്യാനുള്ളത്. ഒന്ന് കേബിൾ കാറും ഒന്ന് റോളർ കോസ്റ്ററും. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേബിൾ കാർ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. സോ നമ്മളിപ്പോൾ കേബിൾ കാറിലാണ്. കേബിൾ കാർ റൈഡിന് വേണ്ടിയിട്ട് നമ്മൾ ഇരുന്നിരിക്കുകയാണ്. നല്ല തണുപ്പാണ്. എനിക്ക് തുറക്കാൻ പോലും എത്രയും നേരം ഞാൻ ഭയങ്കരമായിട്ട് തണുപ്പത്ത് ജാക്കറ്റൊന്നും ഇല്ലാണ്ട് നിന്നിട്ട് ഇപ്പം എനിക്ക് ഒട്ടും സഹിക്കാൻ വയ്യ. സോ ഇതാണ് കേബിൾ കാർ റൈഡ്. അമ്മേ ഫുള്ള് മഞ്ഞാണ് ഗൈസ്, ഫുള്ള് മഞ്ഞാണ്. ആദ്യം ഹൗസ് പക്ഷെ ഇത് ഭയങ്കര സ്പീഡിലൊന്നും പോകുന്നില്ല കേട്ടോ. ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത്. നമുക്ക് എൻജോയ് ചെയ്യാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത്. സോ ഇറ്റ്സ് റിയലി നൈസ്. ആൾക്കാരൊക്കെ അവിടെ ഇവിടെ ഒക്കെ നിൽക്കുന്നുണ്ട്. അങ്ങ് അറ്റത്ത് വരെ പോയിട്ടാണ് ആൾക്കാർ മഞ്ഞത്തൊക്കെ. നോക്ക് സായി കാണിച്ചു കൊടുക്കാം. അവിടെ നോക്കാം, ആൾക്കാരങ്ങ് അറ്റത്ത് വരെ പോയിരിക്കുക. ഇനി ഇതിന്റെ മെക്കാനിസം എങ്ങനെയാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി അവിടെ പോയി ഇറങ്ങണോ? അവിടെ പോയി ഇറങ്ങും. ഇറങ്ങിയിട്ട് എന്താ ചെയ്യാ? ഇറങ്ങിയിട്ട് അവർ തിരിച്ചതിൽ എന്നെ കയറ്റി വിടും. അങ്ങനെയാണോ? എനിക്ക് ഡൗട്ട് ഉണ്ട്. അങ്ങനെ തന്നെയാണോ? അങ്ങനെ തന്നെ. നമ്മൾ അന്ന് അർമേനിയ പോയ പോലെ തന്നെ. മീൻസ് ഇറങ്ങിയിട്ട് നമ്മൾ അപ്പുറത്തൂടെ വരണോ അതോ മഞ്ഞ് കുറച്ച് എൻജോയ് ചെയ്തിട്ട്? എൻജോയ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളപ്പോ വരാം. ഓ അങ്ങനെയാണല്ലേ. സെയിം ലൈക്ക് നമ്മൾ അർമേനിയ പോയ സമയത്ത് എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ. നല്ല തണുപ്പാണ്. കൊച്ചൊക്കെ കരകി അതിനകത്ത്. നല്ല ഡ്രസ് ഇല്ലെങ്കിൽ, തെർമൽസ് ഇല്ലെങ്കിൽ, നല്ല ഷൂ ഇല്ലെങ്കിൽ പെടും. സത്യമായിട്ടും പെടും. ബിക്കോസ് നല്ല തണുപ്പാ ഇപ്പൊ. കാരണം എന്റെ ഷൂല് ഞാൻ പെട്ടിരിക്കുകയാണ്.
ഈശ്വരാ, കൊടും തണുപ്പാണ്, കൊടും തണുപ്പാണ്. കൈയും കാലും ഒന്നും പുറത്തിടാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് തണുപ്പായി പണ്ടാര സ്ഥലത്ത്. നമ്മൾ കാശ് കൊടുത്ത് കടിക്കണ പട്ടീനെ വാങ്ങില്ലേ, ആ ഒരു അവസ്ഥയാണ് ഇപ്പം എൻ്റെ അവസ്ഥ. എനിക്ക് ഭ്രാന്തായതല്ല, എന്താ ചെയ്യ. നോക്കാം സായിയൊക്കെ, സായി എത്ര ചൊറിഞ്ഞാലും ചൊറിഞ്ഞിരിക്കാത്തൊരു മനുഷ്യനാണ്. പുള്ളി പോലും ചൊറിഞ്ഞുപോയി. എൻ്റെ സെൽഫി സ്റ്റിക്ക് ഒടിഞ്ഞോണ്ടല്ലോ മോനെ. ഇതേ ഒരു മരം കയറി. അതിനുശേഷം ഇവിടെ കുറച്ച് സ്നോ ഒക്കെ എൻജോയ് ചെയ്തതിന് ശേഷം ആൾക്കാർ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഭയങ്കര തണുപ്പാ ഗൈസ്, ഒട്ടാൻ പറ്റണില്ല. ടു കോൾഡ്, അൺസഹിക്കബിൾ. അതേപോലെ ഫുള്ള് മഞ്ഞ് വന്നു, ഫുൾ മഞ്ഞ്. ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ടോ എൻ്റെ കൈ പോലും വിറയ്ക്കുക. Hey guys. Hi. I don't want to remove my gloves. My hands are too cold. Too cold. 100. അതിൻ്റെ ഇടയ്ക്ക് ഇതൊന്നും നിന്നു. ഞാൻ ആകെ ടെൻഷനായി. ബിക്കോസ് ഒരു മൂവി ഉണ്ട് ഇങ്ങനെ കേബിൾ കാറിൽ പെട്ട് കിടക്കണം. എൻ്റെ അമ്മോ, ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളുടെ കേബിൾ കാർ കഴിഞ്ഞ് ഇനി നമുക്ക് റോളർ കോസ്റ്ററിൽ പോവാം. നമ്മൾ റോളർ കോസ്റ്ററിൽ കയറാൻ പോവാണ്. നല്ല തണുപ്പാണ്. എൻ്റെ കൈയൊക്കെ വിറയ്ക്കാണ്, അത്ര തണുപ്പാണ്. സോ നമ്മൾ റോളർ കോസ്റ്ററിൽ കയറാൻ വേണ്ടിയിട്ട് ക്യൂ സിസ്റ്റമാണ്. അപ്പോൾ ഓരോരുത്തരെ വെച്ചിട്ടാണ് അവർ കയറ്റുന്നത്. അപ്പോൾ ഇതിനകത്ത് മീൻസ് 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റിംഗ് ആണ് ഇതിനകത്തുള്ളത്. അപ്പം 2 പേർക്ക് ഇരിക്കേണ്ടവർക്ക് 2 പേർക്ക് ഇരിക്കാം, ഒരാൾക്ക് ഇരിക്കേണ്ടവർക്ക് ഒരാൾക്ക് ഇരിക്കാം. ഞാൻ ഒറ്റയ്ക്കും സായിയും ആദ്യം കൂടെ ഒരുമിച്ചാണ് ഇരുന്നത്. ഇതിന് ആക്സിലേറ്റർ ഉണ്ടോ ബ്രേക്ക് ഉണ്ടോ ഒന്നും എനിക്കറിയില്ല. ഐ തിങ്ക് ഇറ്റ് വിൽ ഗോ ബൈ ഇറ്റ് സെൽഫ്. എനിക്കറിയില്ല സായി ആദ്യം എവിടെയാന്ന്. ഐ തിങ്ക് ദേ ആർ കമ്മിങ് ഇൻ ദ ബാക്ക്. എൻ്റെ കണ്ണിലൊക്കെ മഞ്ഞു പോവാണ്. ഇറ്റ്സ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്, മസ്റ്റ് ട്രൈ ആണ്. ഞാൻ വിചാരിച്ചു ആദ്യ സായി എൻ്റെ ബാക്കിലുണ്ടായിരിക്കുമെന്ന്. ഐ എം സോ സാഡ് ആദ്യയുടെ എനിക്ക് ആ ഈ മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്തത്. എനിവേസ്, ലെറ്റ്സ് എൻജോയ്. അപ്പോൾ നമ്മളിപ്പോൾ മുകളിൽ വന്നിരിക്കുകയാണ്. അപ്പം സായിയും ആദ്യം വന്നു. അപ്പം ഞാനത് ജസ്റ്റ് ഒരു ക്ലിപ്പായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് അവരുടെ ത്രൂ ഔട്ട് റോളർ കോസ്റ്റർ എങ്ങനെയായിരുന്നു എന്ന് എടുക്കാൻ പറ്റിയില്ല. ഓഫ് കോഴ്സ് സായി ആദ്യം ഹാൻഡിൽ ചെയ്യുന്ന കാരണം ആ ഒരു റിസ്ക്കും എടുക്കില്ല. അപ്പോൾ ഞാൻ അവൾ ഇറങ്ങുന്ന വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. അവൾ ഇറങ്ങിയപ്പോൾ തന്നെ തലവേദന എന്നൊക്കെയാണ് പറഞ്ഞ് ഇറങ്ങിയത്.
അതിനുശേഷം ഞങ്ങൾ റോളർ കോസ്റ്ററിൻ്റെ അവിടെ നെക്സ്റ്റ് പാർട്ടിലേക്ക് കയറിയിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങി വരണം. അത് ഭയങ്കര സ്കേറി ആയിരുന്നു, അതേപോലെ ഭയങ്കരമായിട്ട് എന്താണ് സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നത്. ആ സമയമായപ്പോൾ തന്നെ അവർ ഞങ്ങളോട് പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞു. ബിക്കോസ് മഞ്ഞ് ഓൾറെഡി സ്റ്റാർട്ട് ആയതിനു ശേഷം ഇനി അവിടെ നിർത്തില്ല എന്ന് പറഞ്ഞിട്ട് റൈഡ്സ് ഒക്കെ ക്ലോസ് ചെയ്തു. അതേപോലെ ടോട്ടലി ഷഹദാഗ് ഏരിയ ക്ലോസ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവർ നമ്മളോടൊക്കെ പൊക്കോളാൻ പറഞ്ഞു. തിരിച്ച് നിങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ പൊക്കോ, ബിക്കോസ് അത്രയ്ക്ക് മഞ്ഞ് പെയ്യാനും സ്റ്റാർട്ട് ചെയ്തു, അതേപോലെ ഇരുട്ടുമായി. ഇതൊരു 4-4:30 ആയിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ ഈ ഒരു സമയം കാണുവാണെങ്കിൽ. അപ്പോൾ പിന്നെ നമ്മളെ ടൂർ ഗൈഡിൻ്റെ അടുത്ത് പറഞ്ഞു നമ്മളെ ഹോട്ടലിൽ തിരിച്ചു കൊണ്ടാക്കാൻ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ടൂർ തീരാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോയത് ഷഹദാഗ് ഏരിയയിലായിരുന്നു. റോളർ കോസ്റ്റർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതിലാദ്യം റോളർ കോസ്റ്റർ എനിക്ക് തലവേദന എടുത്ത്. ബിക്കോസ് അതെന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് നമ്മൾ റോളർ കോസ്റ്റർ സെക്കൻഡ് ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്തത്. ഫസ്റ്റ് നമ്മൾ കേബിൾ കാർ എടുത്തു, അതിന് ശേഷമാണ് നമ്മൾ റോളർ കോസ്റ്റർ എടുത്തത്. അപ്പോൾ റോളർ കോസ്റ്റർ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കാണും കേട്ടോ. അപ്പം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര സ്പീഡാണ് ആ സ്ഥലത്ത്, ആസ് ദ നെയിം സേസ്. ഓക്കെ, പിന്നെ ഇത് മഞ്ഞിൻ്റെ ഇടയ്ക്കൂടെയാണ് പോകുന്നത്. അപ്പം ആദ്യം സായി ഒരുമിച്ചിരുന്നു, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ഒറ്റയ്ക്കിരുന്ന് എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിക്കണം. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ഈ ഗിംബലൊക്കെ പിടിച്ച് ഭയങ്കര വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് ഞാൻ പോയത്. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം സായും വീഡിയോ എടുത്തോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനാണെങ്കിൽ അവരുടെ കയ്യിൽ ഗിംബൽ കൊടുത്തു. തിരിച്ചു വന്നത് എൻ്റെ പൊന്നോ, ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് ഡേഞ്ചർ സൈൻ പോലെ എന്തൊക്കെയോ തന്നിരിക്കുകയാണ്. പക്ഷെ പിന്നെ മനസ്സിലായത് അത് ഫോട്ടോ എടുക്കാനുള്ള സാധനമായിരുന്നു. എന്നിട്ട് താഴെ വന്ന് വലിയതായിട്ട് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കണ്ണൊക്കെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഫോട്ടോസാണ്. സായി ചിരിച്ചിട്ടൊക്കെ ഇരിക്കുന്നത്. സായി കണ്ണാടി വെച്ചിരിക്കുന്നത്. അപ്പോൾ സായിക്ക് കണ്ണ് തുറക്കാം, എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റില്ല. എൻ്റെ പീലിയിലെല്ലാം ഈ സ്നോ ഫ്ലേക്സ് കയറിയിരിക്കുകയായിരുന്നു. പിന്നെ ആദ്യം ഇറങ്ങിയ ഉടനെ എനിക്ക് തലവേദനിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആദ്യം ഇറങ്ങിയത്. ബിക്കോസ് അത്രയ്ക്കും തണുപ്പും മഞ്ഞും എല്ലാം കൂടെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് പേരും കൂടെ ഇറങ്ങിയപ്പോഴത്തേക്ക് അവർ സ്റ്റോപ്പ് ചെയ്തു, ബിക്കോസ് അത്രയും തണുപ്പായി അവിടെ. പിന്നെ നമ്മുടെ ഇവിടുത്തെ UAE സെയിം ടൈമിംഗ് ആണ്. ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ ഓൾറെഡി ഇരുട്ടാവാൻ സ്റ്റാർട്ടായി. അപ്പോൾ പിന്നെ നമുക്കങ്ങനെ വീഡിയോ പിന്നെ എടുക്കാനും പറ്റിയില്ല. ബിക്കോസ് ഒന്നാമത്തെ കാര്യം ചാർജ് തീരാറായി. സെക്കൻഡ് തിങ്, എങ്ങനെയാണ് നമ്മുടെ ഫോൺ ഹോട്ട് സമ്മറിൽ ഹീറ്റ് ആവുന്നത് അതേപോലെയാണ് ഇവിടെ കോൾഡിൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. അങ്ങനെ പിന്നെ കുറേ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല, അധികം ഫോട്ടോസും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും ഫോർ മെമ്മറി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ ബെറ്റർ ആണോ എന്ന് ചോദിച്ചാലേ, ബെറ്റർ ഫോട്ടോസ് ഒക്കെ കിട്ടിയോന്ന് ചോദിച്ചാൽ ഇല്ല, ആരെങ്കിലും മാനസികമായിട്ട് ഞങ്ങളെ പറ്റുന്നില്ലായിരുന്നു. ബിക്കോസ് അത്രയ്ക്കും അല്ല, നമ്മുടെ മറ്റേ സാധനം ഉണ്ടായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഫോൺ സ്വിച്ച് ഓഫ് ആയി. ബിക്കോസ് അത്ര തണുപ്പാണ്. ഗിംബോല് സ്വിച്ച് ഓഫ് ആയി, എല്ലാം സ്വിച്ച് ഓഫ് ആയി. അയ്യോ, ഫോൺ പക്ഷെ എനിക്ക് 50% ചാർജ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറിൽ സാധനം തീരും. എനിക്ക് എന്താന്നറിയില്ല. ഫോൺ ഞാൻ ആക്ച്വലി രാവിലെ നമ്മൾ 1:30 ആയപ്പോഴത്തേക്ക് ഷാദക്കിൽ എത്തിയപ്പോൾ തന്നെ എൻ്റെ 100% ചാർജ് ഉണ്ടായിരുന്നു. പക്ഷെ വിത്തിൻ 3 o'clock ഫുൾ ചാർജ് തീർന്നു. അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പിന്നെ സയൻസിൽ മിടുക്കിയായതുകൊണ്ട് അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുന്നില്ല. സോ അങ്ങനെയായിരുന്നു ഷഹദാഗ് ടൂറിൽ. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ബെറ്റർ എന്താണെന്ന് വെച്ചാൽ ഷഹദാഗിൽ തന്നെ സ്റ്റേ ചെയ്തിട്ട് ഇതൊക്കെ എൻജോയ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ബിക്കോസ് നമ്മൾ 3 മണിക്കൂർ ട്രാവൽ ഉണ്ടല്ലോ, നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്യുക ഫ്രം ബാക്കു ടു അവിടെ ഷഹദാഗ് റിസോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചും കൂടെ കോസ്റ്റ്ലി ആയിരിക്കും. മഞ്ഞിൻ്റെ ഇടയ്ക്ക് റിസോർട്ടൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ അവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നതാണ് ഒന്നും കൂടെ നല്ലത്. അല്ലാണ്ട് നമ്മൾ ഈ 3 മണിക്കൂർ ട്രാവൽ ചെയ്ത് അവിടെ ചെന്നിട്ട് മീൻസ് ഷഹദാഗ് ശരിക്കും എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ എൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് നമ്മൾ അവിടെ തന്നെ നിന്നിട്ട് ഇതൊക്കെ എൻജോയ് ചെയ്ത് സ്നോയിലൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇതൊക്കെ ഞങ്ങൾ പിന്നെ ഫുള്ള് ധൃതിയായിരുന്നു. 1:30 ആകുമ്പോൾ അവിടെ എത്തുന്നു, ഫോട്ടോ എടുക്കുന്നു, 1-2 ഫോട്ടോ എടുക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഫോണിൻ്റെ പ്രശ്നം, മറ്റേ പ്രശ്നം. ഷഹാലിന്നോ അങ്ങനെ എന്താ പറഞ്ഞിട്ട് ലാസ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് പോയി.
അവിടെ നമ്മൾ കുറച്ച് സ്പെൻഡ് ചെയ്തു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഫോട്ടോസ് നമുക്ക് അധികം കിട്ടില്ല, ബിക്കോസ് ആരെങ്കിലും എടുത്തു തരണം. പിന്നെ ആദ്യയുടെ നമുക്ക് സെപ്പറേറ്റ് എടുക്കാം, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ആദ്യയുടെ പുറകെ നടക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിനൊന്നും സമയം ഉണ്ടാവില്ല. അതങ്ങനെയായിരുന്നു. എനിവേസ്, ഞങ്ങൾ രണ്ടുപേരുടെയും കളർ ഓഫ് ഡ്രസ്സസ് ലൈക്ക് സൂപ്പറായിട്ടുണ്ട് അല്ലേ ആദി? Tell your experience about today's tour. How was it in the morning? How was it? The morning was so great, but the night was... Leave about the ride. Talk about morning, what and all you did. What about the cable car? Cable car, how Yeah, was that it? Cable car was so good. Like, I liked it. ഇഷ്ടായോ? But the roller coasters, എന്താ റോളർ കോസ്റ്റർ ഇഷ്ടപ്പെടാൻ? because I had cold തലവേദന. തലവേദന ഉണ്ടായിരുന്നോ? Yeah, my brain was cold. അതല്ലെങ്കിലും ചൂടൊന്നും എടുക്കാറില്ല. Snow. പക്ഷെ നിനക്ക് ഓൾവേസ് നിനക്ക് ചൂടല്ലേ വീട്ടിലാകുമ്പോൾ? ആദ്യം AC ഇട്ടാലും ചൂടാണ്, പുതപ്പ് വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ നമ്മുടെ ഫുഡ് വരുന്നുണ്ട് ഗൈസ്, നമ്മുടെ ഫുഡ് വരുന്നുണ്ട്. അപ്പം ഇനി അടുത്ത അംഗം, ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടില്ല. സോ നെക്സ്റ്റ് ഫുഡ് വരുന്നത്. It's mine. You take, I don't want. Okay, thanks. Same soup. Same soup like yesterday. Thank you. Potatoes again. Wow. Yeah, potatoes and chicken. This is bread. So hot are the. ഈ സൂപ്പ് വളരെ സൂപ്പർ ആട്ടോ. Freshly prepared bread ആണ് കേട്ടോ. Freshly prepared with. It's very hot. I saw them baking it. അതവിടെ ഞാൻ അവർ കണ്ടായിരുന്നു അവർ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ബാക്കുവിലേക്ക് തിരിച്ചു പോവാണ്. ബാക്കുവിൽ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് 3 hours ട്രാവൽ ജേർണി ഉണ്ട് ഫ്രം ഷെഹദാഗ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടു. ഓൾമോസ്റ്റ് ഒരു 6 o'clock ഒക്കെ ആയപ്പോൾ നമ്മൾ ഇറങ്ങി. പിന്നെ ഒരു 9 o'clock ഒക്കെ ആയപ്പോഴത്തേക്ക് അവിടെ എത്തി. അതിനുശേഷം നമ്മുടെ നെക്സ്റ്റ് ഡേ അവിടെ തന്നെ ഒരു ഏരിയയിലാണ്. സോ നമ്മൾ ബാക്കുവിലേക്ക് തന്നെ തിരിച്ചു പോയി. അപ്പം ഇതോടെ കൂടെ തന്നെ ഞാൻ ഈ ബ്യൂട്ടിഫുൾ മെമ്മറിയോടെ ഈ ഒരു വ്ളോഗ് ഞാൻ ഫിനിഷ് ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് ടൂർ ഇൻ അസർബൈജാൻ. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു. അതേപോലെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു കമൻറ്റ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോ ഹു ആർ വില്ലിംഗ് ടു ട്രാവൽ ടു അസർബൈജാൻ ഇൻ വിൻ്റർ സീസൺ. So take care guys, bye and love you all.